ന്യൂസ് സ്കാൻ മീഡിയയിലേക്ക് സ്വാഗതം. മൂന്നാം വട്ടം പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യത്തെ ആനുകൂല്യ വിതരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. PM കിസാൻ നിധിയുടെ 17ാമത്തെ ഗഡുവിന്റെ വിതരണ തീയതിയും സമയവുമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയായി മൂന്നാമതും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ കയറിയ നരേന്ദ്രമോദി ആദ്യമായി ഒപ്പിട്ടത് PM കിസാൻ നിധിയുടെ 17ാമത് ഗഡുവിന്റെ വിതരണത്തിന് വേണ്ടിയുള്ള ഫയലിലായിരുന്നു. 9.3 കോടിയോളം പേർക്കാണ് 17ാമത് ഗഡുവായ 2000 രൂപയുടെ വിതരണം ഉണ്ടാകുന്നത്. ഇതിനായി കേന്ദ്ര സർക്കാർ 20,000 കോടി രൂപ അനുവദിച്ചുകൊണ്ടുള്ള ഫയലിലാണ് പ്രധാനമന്ത്രി ആദ്യമായി ഇത്തവണ ഒപ്പുവെച്ചത്. ഇപ്പോൾ 17ാമത് ഗഡുവിന്റെ വിതരണ തീയതി കേന്ദ്ര കൃഷി മന്ത്രാലയം ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുകയാണ്. വരുന്ന ചൊവ്വാഴ്ച, അതായത് ജൂൺ 18-ാം തീയതി വാരാണസിയിൽ വച്ചാണ് 17ാമത് ഗഡുവിന്റെ വിതരണം ഔദ്യോഗികമായി നടത്തുന്നത്. കേരളത്തിലെ 25 ലക്ഷം കർഷകർക്കും ഈ തുക ലഭിക്കും. രാജ്യത്തെ കർഷകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി സംസാരിക്കുന്ന അവസരത്തിൽ തന്നെ ഒരു റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ രാജ്യത്തെ മുഴുവൻ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും 17ാമത്തെ ഗഡുവായ 2000 രൂപയുടെ വിതരണം ആരംഭിക്കും. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴിയുള്ള ധനസഹായമാണ് PM കിസാനിലൂടെ നടക്കുന്നത്. PM കിസാൻ നിധിയുടെ 17ാമത് ഗഡു വിതരണം ചെയ്യുന്ന സന്ദർഭത്തിൽ കിസാൻ നിധി ആനുകൂല്യത്തിൽ വർധന വരുത്തുന്ന കാര്യത്തിൽ ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും പ്രഖ്യാപനം ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് PM കിസാൻ നിധി എന്ന കർഷക ധനസഹായ പദ്ധതി രാജ്യത്ത് അവതരിപ്പിച്ചത്. 5 വർഷത്തോളമായ ഈ പദ്ധതിയിലൂടെ തുടക്കം മുതലുള്ളവർക്ക് 32,000 രൂപ ലഭിച്ചു കഴിഞ്ഞു. 17ാമത് ഗഡു കൂടി ലഭിക്കുമ്പോൾ 34,000 രൂപയാണ് ലഭിക്കുക. മൂന്നാം വട്ടം പ്രധാനമന്ത്രിയായതിനു ശേഷമുള്ള ആദ്യ വിതരണ ചടങ്ങുകൾ ആയതിനാൽ കർഷകർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷകൾ. പരമാവധി പേർക്ക് കിസാൻ നിധി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി EKYC പൂർത്തിയാക്കൽ, ലാൻഡ് സീഡിംഗ് പൂർത്തിയാക്കൽ, അക്കൗണ്ട് ആധാറുമായി ബന്ധിപ്പിക്കൽ എന്നിവ ഇതുവരെ പൂർത്തിയാക്കാത്തവർക്ക് ജൂൺ 15-നുള്ളിൽ പൂർത്തിയാക്കുവാൻ നിർദ്ദേശങ്ങളും അറിയിപ്പുകളും വന്നിരുന്നു. ജൂൺ 15-നുള്ളിൽ ഇതെല്ലാം പൂർത്തിയാക്കുന്നവർക്കും 18-ാം തീയതി ചൊവ്വാഴ്ച 17ാമത്തെ ഗഡുവിൻ്റെ ഒപ്പം മുടങ്ങിയ ഗഡുക്കളും ലഭിക്കുന്നതാണ്. 16ാമത് ഗഡു ലഭിച്ചവർക്കെല്ലാം തന്നെ 17ാമത്തെ ഗഡുവും അക്കൗണ്ടിലെത്തുന്നതാണ്. അവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ലെന്നും അറിയിപ്പുണ്ടായിരുന്നു. മറ്റുള്ള കർഷകർക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നൽകുക.